ഹലോ കേസ് ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികാമ്മ മാറിക്കിടക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ഗീതു പറയാണ്, അമ്മ മഹാത്മാഗാന്ധി കഴിഞ്ഞ് ഇത്രയും മഹാത്മാവായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ ഒറ്റൊരാൾ കാരണം ഈ കുടുംബം ഇന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്, ഇതൊക്കെ അമ്മയും കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ച് കളിയാക്കി പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വരുണിനോട് രാധികാമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് വരുൺ, എന്തിനാ അമ്മ മാറിയത്, അമ്മ മാറണ്ടായിരുന്നു എന്ന് പറയും. പിന്നെ അവളതെല്ലാം കൂടെ എടുത്ത് ഗോവിന്ദനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താവും, ഈ വീട്ടിലെ നിലനിൽപ്പാണോ ഇപ്പോൾ വലിയ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതൊക്കെ കേട്ട് വരുൺ ഞെട്ടുവാണ് കേട്ടോ. എന്നിട്ട് രാധികാമ്മ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോയ്ക്കകത്ത് ഉള്ള പിന്നെ എന്തേലും ആട്ടെ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ഗീതുവിനോടുള്ള ദേഷ്യത്തിന് പറഞ്ഞു പോയതാന്ന് പറഞ്ഞ് കാല് പിടിച്ചാണെങ്കിലും എനിക്കിവിടെ നിൽക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും വരുൺ ചോദിക്കും, അപ്പം അമ്മ എന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയാണോ, അമ്മയ്ക്കത് പലരും പതിവാണല്ലോ എന്ന് പറയുമ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഗോവിന്ദൻ്റെ മുമ്പിൽ വിശ്വസ്തയായ അമ്മയാണ് ഞാൻ, അതൊരിക്കലും അല്ലാന്ന് തെളിയിക്കാൻ ഞാനായിട്ടൊരു കാരണം ഉണ്ടാക്കുകയില്ല, അതിനേതറ്റം വരെയും ഞാൻ പോകുമെന്നൊക്കെ രാധികാമ്മ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വരുണിനോട് ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞത്, അത് ഗീതുവിനോട് ചോദിച്ചാൽ ആ വീഡിയോ ഒന്ന് മേടിക്കണം എന്ന് പറയുമ്പോഴേക്കും വരുൺ പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് അവളുടെ മുമ്പിൽ കൈ നീട്ടാൻ പോകുന്നത്. അപ്പോഴേക്കും വരുൺ ഓൾറെഡി ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ രാധികാമ്മ ഓൾറെഡി വരുണിനെതിരെ തിരിയുമെന്നറിയാം. അപ്പോഴേക്കും പറയുകയാണ്, ഇനി അവളുടെ അടുത്ത് പോയി കൈ നീട്ടുന്നതിലും ഭേദം അവളത് കൊടുക്കുന്നത് നല്ലതെന്ന് ഓർത്താൽ മതി. അപ്പോഴും രാധികാമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എന്നുള്ളൊരു തടി, അപ്പം നീയൊക്കെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് അറിയണമെന്ന് ഓർത്ത് ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വരുൺ ചിന്തിക്കുകയാണ്, എങ്ങനെയും രേഖേനെ പിടിച്ചു കഴിഞ്ഞാൽ രേഖ ത്രൂ ഗീതും ഗോവിന്ദേട്ടനെയും വീഴ്ത്താൻ പറ്റും, അല്ലാതെ അമ്മേനെ ഇനി നമ്പി നിൽക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നതാണ്. ആ സമയത്ത് സാധനങ്ങളൊക്കെ ആയിട്ട് കാഞ്ചന വന്ന് വാതിൽ തട്ടുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, രഞ്ജു പാപ്പയുടെ സാധനമെല്ലാം വെക്കണം, രാധികാമ്മ സാധനമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിക്കോളാൻ പറയുകയാണ്. അപ്പോൾ ഈ സാധനം കൊണ്ട് വരുന്ന രേഖയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വരുൺ സാധനമെല്ലാം മേടിച്ചിട്ട് പറയുന്നത്, നീ എന്താ ഇതൊക്കെ എടുക്കുന്നത്, ഇതിനൊക്കെ ഭയങ്കര വെയിറ്റാണ്, ഞാൻ വെച്ചോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും കാഞ്ചന പറയും, എന്നാൽ മാമൻ ഇതും കൂടെ വെച്ചോളാൻ പറയുമ്പോൾ വരുൺ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ എന്തിനാ നിൻ്റെ സാധനം വെക്കുന്നത്, ഞാൻ എൻ്റെ ഭാര്യയുടെ സാധനം വെക്കുന്ന കാര്യം പറഞ്ഞതെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് രേഖ ചെറുതായിട്ട് ചിരിച്ചിട്ട് പറയും, ഒരു കാര്യം ചെയ്യുക വരുണേട്ടൻ, അമ്മയുടെ സാധനം എല്ലാം എടുത്ത് അപ്പുറത്തെ മുറി കൊണ്ട് വെച്ചേക്കെന്ന് പറയും കേട്ടോ. ഇത് ഞങ്ങൾ അകത്തോട്ട് വെച്ചേക്കാം, എത്രയും കൊണ്ടുവന്നല്ലേ എന്ന് പറഞ്ഞ് ഇരിക്കുവാണ്. പിന്നെ രാധികാമ്മ സാധനമൊക്കെ ആയിട്ട് അവിടുന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് കാഞ്ചന പറയുന്നുണ്ട്, ഞാൻ ആ മുറിയിലോട്ട് വരുമല്ല, എനിക്ക് പേടിയാണ്, അതിൻ്റെ അകത്ത് ആവിയുണ്ടെന്ന് പറയുമ്പോൾ രാധികാമ്മ പറയും, ആരും വരണ്ട, ഞാൻ തന്നെ കൊണ്ട് വെച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും രഞ്ജു അവിടുന്ന് പറയുന്നുണ്ട്, അച്ഛൻ്റെ ആത്മാവിനെ പേടിക്കണം, അമ്മയുടെ ആത്മാവിനെ പേടിക്കേണ്ടത് കുറച്ചുകൂടെ കൂടുതൽ പേടിക്കണം എന്നിങ്ങനെ കൊള്ളിച്ച് പറയുവാണ് കേട്ടോ. കാരണം അമ്മ വന്നു കഴിഞ്ഞാൽ, അമ്മയുടെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാധികാമ്മയ്ക്ക് നിലനിൽപ്പ് ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ കുത്തി പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ രാധികാമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുവാണ് കേട്ടോ. ആ സമയത്ത് രേഖ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അമ്മയുടെ ആത്മാവിനെ രാധികാമ്മ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, അത് ഒന്നാം ഭാര്യയായിട്ട് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ രാധികമാമി ഇടയ്ക്ക് വന്ന് കയറിയില്ലേ, അപ്പോൾ ഒന്നാം ഭാര്യ രണ്ടാം ഭാര്യ തമ്മിൽ ചേരുവല്ല, അതുകൊണ്ടും ഇങ്ങനെ പറഞ്ഞു രാധികാമ്മ ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. വരുൺ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഗോവിന്ദ് ഇങ്ങനെ നോക്കി വന്നിട്ട് പറയാണ്, ഞാൻ ഓർത്ത് രാവിലെ നീ അമ്മയെ കളിയാക്കുവാന്നിരിക്കുമെന്ന്, പക്ഷെ നീ പറഞ്ഞ കറക്റ്റ്, അമ്മയുടെ മനസ്സ് എത്ര മഹത്തായ മനസ്സ്, അമ്മ മുറി വിട്ടു കൊടുത്ത് കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു ഇങ്ങനെ കളിയാക്കി ചിരിക്കുവാണ്. എന്നിട്ട് പറയും, രാധികാമ്മ ഇന്ന് രാവിലെ മുറി വിട്ടു കൊടുക്കുക എന്ന് പറഞ്ഞപ്പം ഗോവിന്ദേട്ടൻ വേണ്ട എന്ന് പറയും എന്നോർത്താണ് രാധികാമ്മ ഇരുന്നത്. പക്ഷെ രാധികാമ്മ കുഴിയിൽ രാധികാമ്മ തന്നെ വീണു, ഗോവിന്ദേട്ടൻ അത് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ്, അമ്മ അത് ഉദ്ദേശിച്ച് പറഞ്ഞതായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴേക്കും ഗീതു പറയും, അതിവിടെ എല്ലാവർക്കും മനസ്സിലായി, രാധികാമ്മ കുഴിച്ച കുഴിയിൽ രാധികാമ്മ തന്നെ വീണു എന്ന്, ഗോവിന്ദേട്ടന് മാത്രം മനസ്സിലാവാത്തതെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് ഗീതു അങ്ങ് കയറി പോകും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ധ്യാനും അമ്മയും കുറേ തവണ രഞ്ജുവിനെ വിളിച്ചിട്ടുണ്ട്. രഞ്ജുവിൻ്റെ ഫോൺ സൈലൻ്റായിട്ട് കിട്ടുമല്ലോ കേട്ടോ. അപ്പോഴേക്കും ഞാൻ പറയും, നീ എന്താ ഇത്രയും നേരം വിളിച്ചിട്ടെടുക്കാത്ത, എനിക്കാകെ ടെൻഷനായിപ്പോയി എന്നൊക്കെ പറയും, സോറി ഞാനിവിടെ ഫോൺ സൈലൻ്റായിരുന്നു കണ്ടില്ല എന്നൊക്കെ പറയും, നാളെ രാവിലെ എനിക്ക് ജോയിൻ ചെയ്യണം, ബാംഗ്ലൂർ 7:30 അവിടെ ചെല്ലണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രഞ്ജു പറയുന്നത്, അതിന് മുമ്പ് എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് എന്തായാലും കണ്ടേ പറ്റുള്ളൂ. അപ്പോഴേക്കും രഞ്ജു പറയുന്നുണ്ടോ, അതൊന്നും വേണ്ട, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാകെ പ്രശ്നമാവുമെന്ന് പറയണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് അവരുടെ ആ സീൻ അവസാനിക്കുന്നത്. പിന്നെ ഗീതു മുറിയിൽ ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിടുവാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദ് സങ്കടപ്പെട്ട് മുറിയിലോട്ട് വരുമ്പോൾ ഗീതു ചോദിക്കും, എന്ത് പറ്റി ഗോവിന്ദേട്ടാന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയും, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു, എല്ലാ നഷ്ടങ്ങളിൽ നിന്നും ഒരു ചെറുപ്പക്കാരന് ഒരുപാട് കഷ്ടപ്പാടും വെല്ലുവിളികളും സഹിച്ചാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയ. അന്നൊന്ന് മഴ പെയ്ത ഒലിച്ചിറങ്ങാത്തൊരു വീട് മാത്രമായിരുന്നു എൻ്റെ സ്വപ്നങ്ങളിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗീതു പറയും, ഇങ്ങനെയൊന്നും പറയില്ല ഗോവിന്ദേട്ടാ, എനിക്ക് ആകെക്കൂടെ വിഷമമാവും, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കിതൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ അവിടെ പോയി മാറി നിന്ന് കരയുവാണ് കേട്ടോ. അപ്പം ഗീതുവിന് ഭയങ്കര വിഷമം വന്ന് ഗീതു ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിച്ച് പറയും, എന്തിനാ ഗോവിന്ദേട്ടാ കരയുന്നത്, ഇപ്പം ഞാനില്ലേ, എല്ലാം മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദ് കരഞ്ഞിട്ട് പറയണേ, അങ്ങനെ ഉള്ളിടത്തുനിന്ന് രാധികാമ്മ അന്ന് ഇവിടെ വന്ന് രാധികാമ്മ നിന്ന മുറിയാണ് ഇപ്പോഴും രാധികാമ്മ ഇന്ന് മാറിക്കൊടുത്തേ
രഞ്ജുവിന് വേണ്ടി എന്ന് പറയുവാണേ. അതിൻ്റെ വിഷമത്തിൽ ഞാൻ കരിഞ്ഞു പോയതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വരുവാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഒരു കാലത്തും നന്നാവത്തില്ല, നിങ്ങളോട് എത്ര പറഞ്ഞാലും നന്നാവത്തില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ആ ബെഡ്ഷീറ്റെല്ലാം വലിച്ചു വാരിയിട്ടിട്ട് ഗീതു പറയണം, എൻ്റെ അമ്മ ആശുപത്രിയിലായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് ഓർത്ത് ഞാൻ കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇതിപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ നന്നാവുകയില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദനോട്ടൊരു തള്ളു വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ താഴെ ചെന്ന് വീഴുന്ന ഗോവിന്ദൻ ആലോചിക്കുക, ഇനി അവൾക്കും എന്നോട് ഇഷ്ടം പറയാനെങ്ങാനും ആയിരിക്കുമോ, ഇനി ചെന്ന് ചോദിച്ചാൽ അവൾ ദേഷ്യപ്പെടുമായിരിക്കും, എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ചെന്ന് ഗീതു എന്ന് വിളിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും പറയും. അല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാനിനി പഴയ കാര്യങ്ങളൊന്നും പറയത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗീതു പറയും, ഉറപ്പാണോ, നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കും. പറയും ഉറപ്പാ, നീയാണേ സത്യം എന്ന് പറഞ്ഞ് തലയിൽ കൈ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും പറയും, അത് വേണ്ട, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ തലയിൽ കൈ വെച്ചാണ് അമ്മയ്ക്കിപ്പോൾ അസുഖം കാരണം ആശുപത്രിയിലായെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയും, ഞാനെന്തായാലും നിൻ്റെ തലയിൽ കൈവച്ചൊരു കള്ളസത്യം വെക്കില്ല ഗീതു എന്നിങ്ങനെ പറയണം കേട്ടോ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ പറയാമെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയും, എന്നാൽ ഞാൻ പോയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാം അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗീതു പറയും, ചെന്ന് വിരിച്ചിട്ടോളാൻ പറയാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഗോവിന്ദ് അത് വിരിച്ചിട്ട് ഒരു സൈഡിലെ ഷീറ്റ് ആവുന്നില്ല കേട്ടോ. ഇത് കാണുന്നത് ഗീതുവിന് ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്. എന്നിട്ട് ഗീതു ചിരിച്ചുകൊണ്ട് വന്നിട്ട് ചോദിക്കും, ഇത് എന്തായി കാണിച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയും, ഇതിങ്ങനെയൊക്കെ മതിയെന്നതെന്ന് പറയുമ്പോൾ ഗീതു പറയും, അങ്ങ് മാറിയൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയും, പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക കഴിവാണ് ഇതൊക്കെ ചെയ്യാമെന്ന് പറയും അത് കഴിവായിട്ടല്ല, അവർക്ക് ഇച്ചിരി ക്ഷമയുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഗോവിന്ദ് കളിയാക്കി ചോദിക്കുവാണ് കേട്ടോ. ക്ഷമ ഞാൻ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു ഇവിടെ വലിച്ചു വാരി ഇട്ടപ്പോൾ അത് പറഞ്ഞപ്പം ഗീതു ഇങ്ങനെ ചമ്മി നിൽക്കുന്ന കാണിച്ചുകൊണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.